നമസ്കാരം. ശ്രീ മുരുകന്റെ നാമോദയത്തിൽ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ശ്രീ സുബ്രഹ്മണ്യ കോവിൽ എന്ന് പറയുന്നതിന്റെ തുടക്കം വഴക്കപ്പൂശാലിയിൽ നിന്നും ആരംഭിച്ച് ശ്രീ തക്കംപൂശാലിയിലേക്ക് കൈമാറി, തക്കംപൂശാലിയിൽ നിന്നും ശ്രീ താരകൻ ഗുരുസ്വാമിയിലേക്ക് കൈമാറി, ഇന്ന് അത് ശ്രീ രതീഷ് എന്ന മുഖ്യ പൂജാരിയിലേക്ക് കൈമാറി വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ മുൻകാലത്തെ വിവരങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ അസക്തനാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോവിലിന്റെ പ്രതിഷ്ഠയും പുനർനിർമ്മാണവും അതിന്റെ പ്രവർത്തനത്തിൽ എന്റേതായ ചെറിയ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിയും. ഈ പ്രദേശവാസികളുടെ മുഴുവൻ പിന്തുണയും അവരുടെ കഠിന പ്രയത്നം കൊണ്ട് ഇന്നും നമുക്ക് ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യം കോവിലാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിന്റെ പ്രവർത്തനം താഴെ തട്ടിലേക്ക് പോകാതെ ഉജ്ജ്വലമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ എല്ലാവരും സജ്ജരാകുകയും വേണം. ഈ കോവിലിന്റെ പ്രവർത്തനം ഇവിടുത്തെ മുതിർന്ന ആളുകൾ മുതൽ പേരെടുത്ത് പറയാൻ അനവധി ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ തലമുറയിലെ ചെറിയ കുട്ടികൾ വരെ കോവിലിന്റെ പ്രവർത്തനം സ്വമേധയാ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അതിൽ അഭിമാനമാണ്. അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോവിൽ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ കൂടാതെ സ്വമേധയാ ഈ കോവിൽ വന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നതും ദേവന ദിവസവും പൂജ ആയിട്ടുള്ള ശ്രീ മുരുകൻ എല്ലാ ദിവസവും കാലത്ത് തന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തിരക്കുകൾ മാറ്റിവെച്ച് ഈ കോവിലിൽ വന്ന് മുരുകനെ വണങ്ങി പോകണമെന്ന് ഒരു നിർദ്ദേശം മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ അമ്പലത്തിന്റെ പൂജാരിമാർ, പിന്നെ നടപ്പുര, പിന്നെ അമ്പലത്തിന്റെ വരുമാനമാർ, ഇതിനെ പറ്റി കറക്റ്റ് ആയിട്ട് പറയാൻ ഞാൻ സുഖുവിനെ വിളിച്ചു. ശബരിമല അത് ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ആഗ്രഹം നമ്മുടെ ഈ പ്രദേശത്തുള്ള, അതായത് ത്വരിത മാത്രമല്ല തിരുവനന്തപുരം പഞ്ചായത്തിലുള്ള എല്ലാവരെയും മണ്ഡല പൂജയേക്കാൾ കൂടുതൽ നമുക്ക് മകരവിളക്ക് കാണിക്കുക എന്നുള്ള ഒറ്റ വാശി മൂപ്പർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും അദ്ദേഹത്തിന്റെ കൂടെ മാരജ്യോതി കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും അദ്ദേഹത്തിന്റെ കൂടെയാണ് മാരജ്യോതി കാണാൻ പോയിട്ടുള്ളത്. അത് പറയുമ്പോൾ വേറൊരു കാര്യം പറയാ വെച്ചാൽ എന്റെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയായിരുന്നു, പിന്നെ ഞാനും താഴ്വേട്ടനും കൂടിയിട്ട് ഒരുപാട് തവണ, എത്രയെന്നുള്ള കണക്കില്ല, എത്രയോ തവണ ഞങ്ങള് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് കെട്ടുനിറയ്ക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഗുരുസ്വാമി താഴ്വേട്ടൻ കെട്ടുനിറച്ച് തലയിൽ വെച്ചെന്നാലേ അത് ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റായിട്ട് എത്തുമെന്ന് എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു. അത് തന്നെയാണ് എനിക്കൊക്കെ ഉള്ളത്. അപ്പൊ അത്രയും ഒരു ചൈതന്യം നമുക്ക് അദ്ദേഹം കെട്ടുനിറച്ചാൽ നമുക്ക് ഉണ്ടായിരുന്നു. അതൊരു നമ്മളൊക്കെ, ഞാൻ ഉണ്ണിച്ചേട്ടനൊക്കെ ഇഷ്ടമായ തവണ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഇരുമയിലും നടന്നു പോയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങള് ഭഗവാന്റെ ദർശനത്തിനൊക്കെ അദ്ദേഹത്തിന്റെ കഴിവ് വളരെ പ്രധാനം തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒന്ന് ചെടുന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അതിന് അത്രയും ഭാഗ്യം ലഭിച്ച നമുക്ക് ഗുരുസ്വാമിയാണ് താഴ്വേട്ടൻ. എനിക്കത് പറയുമ്പോൾ കൂടുതൽ വിഷമവും വരികയാണ്. അദ്ദേഹം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള ആലോചിച്ചിട്ട്. അത് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ വിളക്ക് കമ്മിറ്റി അന്നദാന മണ്ഡപത്തിന് പോലും പേര് നൽകേണ്ടായി. അതൊക്കെ നമുക്ക് പിന്നെ വളരെ സന്തോഷിക്കാനുള്ള ഒരു വകയാണ്. കാരണം അദ്ദേഹത്തെ അവരൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അത് വല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ താഴ്വേട്ടനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പറയേണ്ട സത്യത്തിൽ വിഷമം വരും. അപ്പോ അതുപോലെ തന്നെ എനിക്ക് ഈ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാൻ അവസരം തന്ന നമ്മുടെ ട്രസ്റ്റ് കമ്മിറ്റിയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാൻ നമ്മുടെ മുതിർന്ന അമ്പലത്തിന്റെ തന്നെ മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ അച്ചുവേട്ടനെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അദ്ദേഹത്തെ ഇതിന്റെ ഭാരവാഹികളെ, മാതൃസമിതി അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കോവിലിൽ വലിയൊരു ഭാഗമായിരുന്ന ശ്രീ താരുവൻ, സ്വാമി താരുവൻ എന്ന് വിളിക്കാൻ ഇവിടുത്തെ ഈ കൂട്ടത്തില് ഞാനുള്ള താരുവൻ സ്വാമിയുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് തുടങ്ങിയെന്ന് ഓർത്തെടുത്താൽ പറയാൻ സാധിക്കുന്നതല്ല. കാരണം ഒരു 3 തലമുറ പറയുന്നുണ്ട്. താരുവന്റെ അച്ഛൻ ചക്കംപൂശാലി, ചക്കംപൂശാലിയുടെ അമ്മ ഉറുമ്പത്തള്ള, ചക്കംപൂശാലിയുടെ ഭാര്യ ഉറുമ്പ. അവരൊക്കെ എന്നെ വടക്കേ വീട്ടിലെ അച്യുതൻകുട്ടിയെ വിളിച്ചു. അച്യുതൻകുട്ടിയെ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിനൊരു സമാധാനമാണ്.
കാര്യം കാര്യം ഞാനും കൂടിയിട്ട് ജ്യേഷ്ഠനാഞ്ചിന്റെ ബന്ധമാണ്. അപ്പൊ അവനത് വിളിക്കേണ്ട ആവശ്യമില്ല. അവനെ ഞാൻ താരുവാന്നാ വിളിക്കുക. മാലിട്ട് കഴിഞ്ഞാൽ സ്വാമിയാണ്, സ്വാമീനെ വിളിക്കാറുണ്ട്. ആ ഒരു ഓർമ്മ എന്നും നിലനിർത്തട്ടെ. എന്നും ഈ കോവിലും എന്റെ വീടുമായിട്ട് എന്തോ ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ട്. അതാണ് ഞാൻ 3 തലമുറ വരെ കട്ടമ്പൂഷാന്റെ അമ്മ കുടുംബസ്ഥലം അച്യുതൻകുട്ടി എന്നാ വിളിക്കുക. അച്യുതൻകുട്ടി എന്നാണ് മുഴുവൻ വിളിക്കില്ല. ആ ഒരു വിളി കേൾക്കുമ്പോൾ മനസ്സിനൊരു സംതൃപ്തിയായിരുന്നു. ഇന്നിപ്പോ അത് വിളിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ അതൊരു ആത്മീയ ബന്ധമാണ്. ആ വീട് വടക്കേ വീട്ടിലെ അച്യുതൻകുട്ടി, കുടുംബത്തിലുള്ള മരിക്കുന്നവരെ വടക്കേ വീട്ടിലെ അച്യുതൻകുട്ടി എന്തോ ഒരു ബന്ധം, ആത്മീയ ബന്ധം തന്നെ, മനസ്സറിഞ്ഞു കൊണ്ടിട്ടുള്ള ബന്ധം എനിക്കുണ്ട്, എന്റെ വീട്ടുകാർക്കും ഉണ്ട്. ആ ബന്ധം എന്നും നിലനിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പേരെടുത്ത് പറഞ്ഞില്ല. ആർക്കാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കാൻ മാതൃസംബന്ധിത സംസാരിക്കാം. അതിനെക്കുള്ള ഒരു അവസരമുണ്ട്. വളരെ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു പാടിവൻ ഗുരുസ്വാമിയിലേക്ക് അത് വന്നു ചേർന്നു. അതിന്ന് നമ്മുടെ മകന്റെ പ്രായമുള്ള നമ്മുടെ രതീഷ് എന്നുള്ള അപ്പൊ ഇത്തരം കാലയളവിൽ നമ്മൾ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ടു കഴിഞ്ഞ ആളുകളാണ്. ഇവിടെ നിരവധി അനുഭവങ്ങൾ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എക്കാലത്തും ഈ പുരിത സുബ്രഹ്മണ്യ കോവിലും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള ജീവിത രീതികളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് സുബ്രഹ്മണ്യ കോവിലിന്റെ താഴ്ച വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെല്ലാം താഴ്ച വരികയും അതിന് ഉയർച്ച വരുമ്പോൾ നമ്മളെല്ലാം ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എൻ്റെ ഒരു അനുഭവത്തിൽ കണ്ടുവരുന്നതായിട്ട് ഇടയായിട്ട്. അപ്പോ അതിന് നമുക്ക് എക്കാലത്തും ഒരു വഴികാട്ടി നമ്മുടെ മുന്നിലുണ്ടായി. അദ്ദേഹത്തിന്റെ സഹചാരിയായിട്ട് നടന്നിരുന്ന ഒരാളാണ് ഞാനും എൻ്റെ തുണക്കാരനായിട്ടുള്ള രാജു. അദ്ദേഹം എവിടെ കെട്ടിനിറക്കാൻ പോകുന്നുണ്ടെങ്കിലും ഞങ്ങളെ രണ്ടുപേരും ഒപ്പം കൊണ്ടുപോകാറുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അവിടെ എന്താ പണി വെച്ചാൽ നന്നായി ശരണം വിളിക്കുക, അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അപ്പൊ അതാണ് അന്നൊക്കെ കുട്ടികൾ അയ്യപ്പന്റെ മാർഗത്തിലേക്ക് ആ മടക്കി പോകുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് പാലിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് ആരും അദ്ദേഹത്തിന് എന്താന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയധികം വലിയൊരു മാതൃകയായിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സ്മരണ നമ്മളുടെ ജീവിതത്തില് നമുക്ക് പുറമെയുള്ള ആളുകൾക്ക് വളരെ അഭിമാനത്തോടു കൂടി നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് ഏറ്റവും വലിയൊരു ആത്മാഭിമാനമാണ്. അപ്പൊ ആ അഭിമാനം നിലനിർത്തണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പിന്തുടർച്ച നമ്മൾ ഇത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു, അദ്ദേഹത്തിന്റെ ദേഹം വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളില്, ഓരോ കുട്ടികളുടെ ഉള്ളിലും നമുക്ക് ഉണ്ടായിരുന്ന ഒരു പൂർവികൻ നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, അത് നിലനിർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ദൈവികമായിട്ടുള്ള ആ കാഴ്ചപ്പാട് നമ്മൾ നിലനിർത്തുമ്പോഴാണ് ആ ഗുരുസ്വാമിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം. ഇത്രയും മാത്രമാണ്. നമ്മുടെ പ്രദേശത്ത് മാത്രം എല്ലാ പ്രദേശത്തും വേണ്ടപ്പെട്ട ഒരു ഗുരുസ്വാമി. അദ്ദേഹത്തിന്റെ ഒരു ഏർപ്പാട് എല്ലാവർക്കും അറിയുന്നവര് തന്നെയാണ്. ഈ അമ്പലത്തിന്റെ നമ്മുടെ സുബ്രഹ്മണ്യ കോവിൽ എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് മനസ്സിലൂടെയൊക്കെ നമ്മുടെ മാമന്റെ ഒരു തന്നെയാണ്. ഞാൻ മാമനെ വിളിച്ച് എന്റെ മാമൻ തന്നെയാണ് അത്.